എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതിലൂടെ കൈക്കൂലിയും അഴിമതിയുമെല്ലാം വ്യക്തമായി പുറത്തു വന്നിരിക്കുന്നുവെന്ന് ബി.ജെ.പി. നേതാവ് ജോർജ് കുര്യൻ. മുഖ്യമന്ത്രിയുടെ വീട് കേന്ദ്രീകരിച്ചാണ് ഇതെല്ലാം നടക്കുന്നതെന്നും വ്യക്തമായിരിക്കുകയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കേരള ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അറസ്റ്റ് ഭയന്നാണ് SFIO അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും ജോർജ് കുര്യൻ ജനൻ ടിവിയോട് പ്രതികരിച്ചു. ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അകത്ത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ ഉത്തരവില് ഫൈനൽ ഉത്തരവ് വരെയും അറസ്റ്റ് ചെയ്യരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ് എന്നാണ് അതിന്റെ കാര്യത്തിൽ മനസ്സിലാകുന്നത്. ഇന്നത്തെ വിധിയിൽ അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവരുടെ ഈ ഹർജി തന്നെ തള്ളിയിരിക്കുക. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളില് അന്വേഷണ ഏജൻസികൾക്ക് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാം എന്നാണ് ഹൈക്കോടതിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിധിയിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നിയമത്തെ കബളിപ്പിക്കുന്നു, അതുപോലെ ജനങ്ങളെ കബളിപ്പിക്കുന്നു, കോടതിയെ സമീപിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതൊന്നും സാധ്യമല്ല. നിയമത്തിന് വിധേയരായിട്ട് വരും എന്നുള്ള കാര്യം വളരെ ശുദ്ധമാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കൈകള് ശുദ്ധമാണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇപ്പോൾ വ്യക്തമാവുകയാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അവസാനം തീർച്ചയായിട്ടും കള്ളത്തരം കണ്ടുപിടിച്ചിരിക്കുന്നു, നിയമവിരുദ്ധ പ്രവർത്തനം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതുപോലെ കൈക്കൂലിയും അഴിമതിയും എല്ലാം വളരെ വ്യക്തമായിട്ട് വെളിയിൽ വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വീട് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുക.